അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം ടൂറിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളെ വീടൊന്നല്ല കേട്ടാ, ജംഷീന ഷാജഹാൻ ദമ്പതികളുടെ വീടാണ്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഹോം ടൂറിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളല്ലേ, പുതുമയുള്ള ഒരു ഡിസൈനും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മോഡലൊക്കെ വേണമെന്നുള്ള കാര്യം. അപ്പൊ ഇന്ന് മുതൽ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിർമ്മിച്ച ഒരു മനോഹരമായ വീടാണ് കേട്ടോ ഇത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂര് തുപ്രംകൂടി എന്ന സ്ഥലത്താണ് കേട്ടോ. ആകെ മൊത്തം ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് 3350 സ്ക്വയർ ഫീറ്റിലാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒറ്റ നില വീടായിട്ട് തോന്നുന്ന ഈ വീട് ഇരുനിലയിൽ കോണ്ടംപററി ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. മുറ്റം നോക്കുകയാണെങ്കിൽ ഫുൾ ഇന്റർലോക്ക് ചെയ്തിട്ട് അവിടെ ആയിട്ട് ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കിണറിന്റെ ഒരു ഡിസൈൻ ആണ് കേട്ടോ. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കിണർ വരുന്നത് ബോറാണെന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡിസൈനിലാണ് കേട്ടോ ഇവർ ഈ കിണർ ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഇടതുവശത്തായിട്ടാണ് കേട്ടോ കാർപോച്ച് വരുന്നത്. ഒരു നോർമൽ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലായിട്ടും കുറച്ച് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിലേക്ക് കയറിയാൽ ഒരു വശത്ത് ചെറിയൊരു സിറ്റിംഗ് ഏരിയയും മറുവശത്ത് 3 ചെയറും ടീപ്പോയും വരുന്ന ഒരു സിമ്പിൾ ലുക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സീലിംഗ് നോക്കുകയാണെങ്കിൽ വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് വരുന്നത്. എന്തായാലും ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിലത്തെ ഡോർ വരുന്നത് ഡബിൾ ഡോർ ആണ്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെയാണ് കേട്ടോ. കയറി ചെല്ലുമ്പോഴേ ആദ്യം നമ്മളെ ആകർഷിപ്പിക്കുന്നത് ഒരു പ്രൊഫൈൽ ലൈറ്റ് ആണ്. അത് ഈ വീടിന് വേറെ ഒരു ഭംഗി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറി വരുമ്പോഴേ ഇടത് ഭാഗത്തായിട്ട് യെല്ലോ ഗോൾഡൻ ടെക്സ്ചറിൽ വാൾ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ആരെയും ആകർഷിപ്പിക്കും വിധത്തിലുള്ള ഒരു ക്ലോക്കും ആ വാളിലെ ഒരു ഹൈലൈറ്റിനാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ വലതുവശത്തായിട്ടാണ് കേട്ടോ ലിവിംഗ് ഏരിയ വരുന്നത്. ലിവിംഗ് ഏരിയയിലായിട്ട് തന്നെ ഒരു സ്വിംഗ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ലിവിംഗ് ഏരിയയിൽ എൽ ഷേപ്പിൽ വിശാലമായ രീതിയിൽ സോഫയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാളിന് മാച്ചായ ഒരു കളർ തീമിൽ തന്നെയാണ് ഓരോ ഫർണിച്ചേഴ്സും കർട്ടനും ഒക്കെ വന്നിട്ടുള്ളത്. സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു TV ഉണ്ട്. ഈ വീടിനെ ഏറ്റവും ഹൈലൈറ്റ് ആക്കുന്നത് ഓരോ ഇന്റീരിയർ വർക്കുമാണ് കേട്ടോ. പിന്നീട് നോക്കുകയാണെങ്കിൽ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ സിമ്പിൾ ആയിട്ട് എന്നാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആ ഗ്ലാസ് വിൻഡോ ആണ് കേട്ടോ. അതിൽ കൂടെ നോക്കുമ്പോൾ ആ നാച്ചുറൽ വ്യൂ ഒരു രക്ഷയില്ല. വളരെ ഒതുക്കത്തിലുള്ള എന്ന എലഗന്റ് ലുക്കിൽ വരുന്ന ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർ. അവിടെ ഇരുന്ന് പുറത്തുള്ള പച്ചപ്പൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഷുവർ ആയിട്ടും വേറെ ലെവലിനായിരിക്കും അല്ലേ. ഇവിടുത്തെ വാളിനെ പറ്റിയിട്ടും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഗ്രേ ആൻഡ് വൈറ്റ് കളർ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള ഫ്രെയിമും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷ് ബേസ് നോക്കുകയാണെങ്കിലും അതേ മാച്ച് കളറാണ്. ഇവിടെ ആകെ മൊത്തം 5 ബെഡ്റൂംസ് ആണ് കേട്ടോ വരുന്നത്. 5 റൂമുകളും ഏകദേശം നോക്കുകയാണെങ്കിൽ സെയിം ഡിസൈനിൽ തന്നെയാണ്. ആദ്യത്തെ റൂമിൽ നോക്കിയാൽ കയറി ചെല്ലുമ്പോഴേ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാളാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 കളർ പെയിന്റിലാണ് കേട്ടോ വരുന്നത്. ഡബിൾ സൈസ് ബെഡും കൂടാതെ വിശാലമായ ഷെൽഫും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് സ്റ്റഡി ടേബിളും വരുന്നുണ്ട് കേട്ടോ. റോമൻ ബ്ലാൻഡ്സ് കർട്ടൻ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു വശത്തായിട്ട് ടോയ്ലറ്റിനും മേക്കപ്പിനും റെഡി ആവാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഏരിയ തന്നെ സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ശേഷം രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല. ഷെൽഫ് ആയാലും ഫർണിച്ചേഴ്സ് ഒക്കെ ആയാലും ഏകദേശം സെയിം എന്നാണ് വരുന്നത്. സീലിംഗ് ആയാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 3 ബെഡ്റൂം ആണ് കേട്ടോ. അതിൽ മൂന്നാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിലും ഏകദേശം സെയിം ഡിസൈൻ തന്നെ ആണ് കേട്ടോ. കർട്ടൻ ആയാലും പെയിന്റ് ആയാലും ഫർണിച്ചേഴ്സ് ആയാലും ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ഡൈനിങ് ഹാളിൽ
മുകളിലേക്ക് വന്നാൽ സ്റ്റെയർ കേസിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പ്രെയർ ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഡൈനിങ് ഹാളിൽ ഒരു ബാത്റൂമും വരുന്നുണ്ട്. ഇനി ഈ വീടിന്റെ മറ്റൊരു ഹൈലൈറ്റ് ഇവിടുത്തെ കിച്ചൺ തന്നെയാണ് കേട്ടോ. മെയിൻ ആയിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കൂടാതെ ഓരോ ഫർണിച്ചേഴ്സിന്റെ സെറ്റിംഗ് ആയാലും അറേഞ്ച്മെന്റ്സ് ആയാലും പക്ക ആണ് കേട്ടോ. മോഡുലാർ കിച്ചൺ ഡിസൈനിലാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ വന്നിട്ടുള്ളത്. ഞാൻ എന്താ പറയണ്ടേ, ഫ്രിഡ്ജ് ആയാലും സ്റ്റവ് ആയാലും സിങ്ക് എല്ലാം വന്നിട്ട് പുതിയ മോഡലിലാണ് കേട്ടോ. കിച്ചണിലെ ഉപ്പ് മുതൽ കർപ്പൂരം എന്ന് പറഞ്ഞ പോലെ ഓവൻ, എയർ ഫ്രയർ തുടങ്ങി എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിലും എല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് തക്ക വിധത്തിലാണ് കേട്ടോ ഓരോ ഷെൽഫിന്റെയും അറേഞ്ച്മെന്റ്. ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം. സ്റ്റെയർ കേസ് വന്നിട്ട് വുഡിന്റെ സ്റ്റെപ്സും പിന്നെ ആ പിടുത്തത്തിന്റെ അവിടെ ആയിട്ട് ഗ്ലാസ്സും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. മുകളിലെത്തിയാൽ 2 ബെഡ്റൂംസ് ആണ് കേട്ടോ ഉള്ളത്. 2 റൂമിനോടും അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാൽക്കണി വരുന്നത്. ഫസ്റ്റ് റൂം നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. ബെഡ് ആയാലും ഷെൽഫ് ആയാലും ഒക്കെ സെയിം ഡിസൈൻ തന്നെയാണ്. പക്ഷെ ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് അടിപൊളി തന്നെയാണ് കേട്ടോ. സീലിംഗ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ റൂമിന്റെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ. ഈ റൂമിൽ തന്നെ നമുക്ക് നേരിട്ട് ബാൽക്കണിയിലോട്ട് പോകാൻ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡോർ വന്നിട്ടുണ്ട്. ബാൽക്കണിയിൽ ചെന്നാൽ നമ്മൾ കാണുന്ന സെയിം വ്യൂ എന്താന്ന് വെച്ചാൽ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് കാണുന്നുണ്ടല്ലോ അതേ വ്യൂ ആണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ ബാൽക്കണിയിൽ തന്നെ നമുക്ക് തൊട്ടടുത്ത റൂമിലേക്കും കയറാനായിട്ട് ഡോർ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കടന്നു വന്നാൽ മൾട്ടിപ്പിൾ കളറിലാണ് കേട്ടോ ഇവിടെ പെയിന്റ് വന്നിട്ടുള്ളത്, വാൾ പെയിന്റ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കൂടാതെ ഷെൽഫ് ആയാലും ബെഡ് ആയാലും ഒക്കെ സെയിം ഡിസൈൻ തന്നെയാണ്. ബട്ട് ഈ കളർ കോമ്പിനേഷൻ അടിപൊളി തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ ഹോം ടൂറിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പിന്നല്ലേ നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഹോം ടൂറിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അറിയാം ഒത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് കമന്റ് ആയിട്ട് അറിയിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.